ഇങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തന്നെ എന്നിട്ട് വടക്കൻ സെൽഫിൽ ഷാജി ഉണ്ടല്ലോ, കഴിവില്ലാത്തവന് കഴിവുണ്ടെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവസാനം ഞാൻ എവിടെയെങ്കിലും ഇതേപോലെ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഉണ്ടാക്കുന്നത് പുള്ളിയുടെ എന്താ പറയാ സ്പോണ്ടേനിറ്റിയാ. ഇപ്പം അവിടെ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ അതിന് ഉത്തരം. എന്റെ നൻപന് പൈത്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിന് വട്ട എന്ത് ചെയ്യാൻ പറ്റും? അതാ സേഫ്. നീരജേട്ടന് ഒരുപാട് സ്നീക്കേഴ്സ് കളക്ഷൻ ഉണ്ടെന്ന്. എത്ര കളക്ഷൻ ഉണ്ട്? 100 ക്ലോസ് ടു 100 ഉണ്ടാവുമായിരിക്കും. അതാണോ ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ഒരു ഹോബി? കളക്ഷൻ നമ്മളെ കൊണ്ട് എനിക്ക് കാർ കളക്ട് ചെയ്യണം ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള തൽക്കാലം ഞാൻ സ്നീക്കർ വെച്ചിട്ട് കപ്പിയാരി ചെയ്യുമ്പോ 40,000. അന്നുണ്ട്. അന്ന് തന്നെ ആ സെറ്റില് SP ഗ്രാൻഡീസില് ഡെലിവറി ചെയ്തിട്ടുണ്ട് 5 എണ്ണം. എന്നിട്ട് ഇവര് ധ്യാനൊക്കെ എന്റെ റൂമിൽ നിന്ന് വന്നിട്ട് പുതിയ വന്ന ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോകും, പൊട്ടിക്കാത്ത ഡ്രസ്സൊക്കെ. അന്ന് ധ്യാൻ കുറച്ച് ഡ്രസ് ഇടുന്ന സമയം. അവൻ ഒരു ലുങ്കി വെച്ചിട്ട് ഒരാഴ്ച ഒറ്റൊരു മുണ്ടും ഒരു ടീഷർട്ടും വെച്ച് ഒരാഴ്ച ഓടി. അത്ര സിമ്പിൾ ആണ് ധ്യാൻ ചേട്ടൻ. സിംപ്ലിസിറ്റി. എന്നാ പിന്നെ കുളിക്കാതെ സിമ്പിൾ ആണോ? ധ്യാൻ ചേട്ടനെ കുറിച്ച് കുറ്റം പറയും. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എന്നെ കൂടെ ജോയിൻ ചെയ്യുന്നത് പ്ലൂട്ടോ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി അജു വർഗീസ്, നീരജ് മാധവ് ആൻഡ് ബ്യൂട്ടിഫുൾ ആശ. ഹലോ, താങ്ക് യു. വെൽക്കം. എന്തുണ്ട് വിശേഷം? വിശേഷം പ്ലൂട്ടോ ആണ് ഏറ്റവും പുതിയ വിശേഷം. ഈ പ്ലൂട്ടോ മറ്റേ നവഗ്രഹങ്ങളിൽ നിന്ന് പുറത്താക്കി, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. അതെ, അങ്ങനെ പുറത്താക്കപ്പെട്ടവരുടെ ഒരു കഥയാണ് പ്ലൂട്ടോ. അത് ഞങ്ങളോട് കാണിച്ച ചതിയാ. എന്താ? അത് ഞങ്ങക്ക് പ്ലൂട്ടോ ഉണ്ടായിരുന്നു. 4 കസേര ഇട്ടിട്ടുണ്ടായിരുന്നു, പ്ലൂട്ടോയും ഉണ്ടായിരുന്നു. അപ്പൊ പ്ലൂട്ടോ അപ്പുറത്തെ ഇന്റർവ്യൂല് കയറിപ്പോയി. പ്ലൂട്ടോനെ നമുക്ക് അവിടെ ഇറക്കി കൊണ്ടുവരാം അവിടുന്ന്. വേണ്ട പ്ലീസ്, കഥയിലെ പോലെ പ്ലൂട്ടോ വന്ന് കയറട്ടെ. അതാണ്. അങ്ങനെ വരുമോ? പ്ലൂട്ടോയെ പറ്റി ഞങ്ങള് പറയാം. ഓക്കെ, പറയൂ. അല്ല അങ്ങനെ പറയാൻ പറ്റും. എന്നാലും പ്ലൂട്ടോ ഒരു ഏലിയൻ മൂവിയാണ്. അതെ, ഏലിയൻ മൂവിയാണ്. കേരളത്തിലോട്ട് ഏലിയനെ നമ്മൾ കൊണ്ടുവരുവാണ്. നമ്മളല്ല, പുള്ളി ഇറങ്ങി വന്നതാണ്. കറക്റ്റ് സമയം. അതെ, അപ്പൊ ഇതൊരു സൈഫൈ കോമഡിയാ. നമ്മുടെ ഏലിയനെ ആദ്യം ഇറക്കിയ ആളാണല്ലോ ഇരിക്കുന്നത്. ഇവര് പക്ഷെ അതിന്റെ ഒരു ഫോർമാറ്റിൽ നിന്ന് കുറച്ചുകൂടെ കുട്ടികൾക്ക് ഗഗനചാരി കുറച്ചും കൂടി ഒരു സീരിയസ്നെസ്, അതൊരു മോക്യുമെന്ററി സ്വഭാവത്തിലുള്ള ഒരു മൂവിയാണ്. ഇത് കുറച്ചുകൂടെ സ്ട്രേറ്റ് ഫോർവേഡ് സ്റ്റോറി ടെല്ലിംഗ്, സിമ്പിൾ, സിനിമാറ്റിക് ആണ്. നമ്മുടെ ഒരു കോമിക് ബുക്ക് സിനിമ കാണുന്ന പോലുള്ള ഒരു പടം. അപ്പോ കോമഡിയാണ് ത്രൂ ഔട്ട്. നമ്മുടെ പോസ്റ്റർ കണ്ടിരുന്നു, പുറത്തൊക്കെയുള്ള ഒരു പേർപ്പിൾ കളർ, നല്ല രസമുണ്ട്. അത് നമുക്ക് തരുന്നൊരു വൈബ് ഉണ്ടല്ലോ. കുട്ടികൾക്ക് എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളോട് ഒരു കൗതുകം കൂടുതലായിരിക്കുമല്ലോ. ഈ സിനിമയിൽ എനിക്കതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. നല്ല കളർഫുൾ സിനിമയാണ്. യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡിനൊക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കൊറിയൻ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർ, കുട്ടികളാണല്ലോ. അവരെ അപ്പീൽ ചെയ്യുന്ന ഒരു കളർ പാലറ്റ് ആണ് പടത്തിൽ ഉള്ളത്. പ്ലൂട്ടോ ആരാണെന്ന് ചോദിച്ചാ അങ്ങനെ പറയാൻ പറ്റില്ല. പ്ലൂട്ടോ എന്നുള്ള പേര് അൽത്താഫിന് വരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് അങ്ങനെ അല്ലേ. അത് പ്ലൂട്ടോ എന്ന് പേരിട്ട് ആ ക്യാരക്ടറിനെ ഇവര് വിളിക്കുന്നത് അങ്ങനെ. ഞങ്ങളുടെ കോമ്പിനേഷൻ വേറൊരു അർത്ഥത്തിലായി പ്രാവശ്യം. എനിക്കും അല്ല, നിങ്ങളുടെ കോംബോ ആക്ച്വലി ഭയങ്കര ഹിറ്റാ. ഇല്ല, ഞങ്ങള് സുഹൃത്തുക്കളല്ല ഈ വർഷം, വില്ലന്മാരാണോ? വില്ലനല്ല, പക്ഷെ ശത്രുക്കളാ. വില്ലനൊന്നല്ല, ഞങ്ങൾ രണ്ടും ഒരേ കാര്യമാണ് ആഗ്രഹിക്കുന്നത്. അതെ, അപ്പൊ വില്ലത്തരമല്ല, ശത്രുക്കളാ. ഓക്കെ, അതായത് ആൾക്ക് കിട്ടരുത് ഞങ്ങൾക്ക് കിട്ടണം. ഓക്കെ. പക്ഷെ നിങ്ങളുടെ കോംബോ ആക്ച്വലി ഭയങ്കര ഒരു, അതായത് സാധാരണ പെൺകുട്ടിക്ക് വേണ്ടിയാണല്ലോ അടി, പെൺകുട്ടിക്ക് വേണ്ടിയല്ല അടി.
പെൺകുട്ടിയെ താല്പര്യമേ ഇല്ല. അതാണോ ബ്രേക്കപ്പ് ചെയ്ത് പോകുന്ന പാട്ട്? ഞാനാണ് ബ്രേക്കപ്പ് ചെയ്തത്. എനിക്ക് ആക്ച്വലി ബ്രേക്കപ്പ് ചെയ്ത് അത് ശരിയാണല്ലോ. നമുക്ക് ആക്ച്വലി ഈ ബ്രേക്കപ്പ് സോങ്സ് ഇപ്പൊ അങ്ങനെ ആഘോഷിക്കപ്പെടുന്ന സോങ്സ് ഇപ്പൊ വളരെ കുറവാ. ആ കൂട്ടത്തിലാണ് ഇപ്പൊ പോണാൽ പോട്ടും കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പൊ നീരജേട്ടൻ ഒരു സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഫുൾ പാക്കാ. ആക്ട് ചെയ്യും, ലിറിക്സ് എഴുതും, കൊറിയോഗ്രഫി, ഡാൻസിന് ഡാൻസ് എല്ലാം ഉണ്ട്. ഇതിൽ നീരജ് മാധവന്റെ നമുക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഫൈറ്റ്. നല്ല രസമായിട്ട് ഇപ്പൊ ഡാൻസിൽ അഭിനയത്തിൽ നീരജിനെ നമുക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് പുതിയൊരു കാര്യമല്ല. നമ്മൾ ഒരുപാട് സിനിമകൾ നീരജിന്റെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡാൻസ് ഇപ്പൊ അടുത്ത് കുറേ ആയി കണ്ടിട്ട്. ഇതിലത് രണ്ടും എക്സ്പ്ലോർഡ് ആണ്, ഫൈറ്റ് ആൻഡ് ഡാൻസ്, വിച്ച് ഈസ് ഗുഡ്. അതെനിക്ക് വളരെ ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പോർഷൻസ് ആയി സിനിമയിലെ. ആർഷ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി പ്ലൂട്ടോ എന്നുള്ള ചെല്ലപ്പേരായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പ്ലൂട്ടോ വേറെ ആളാന്ന്. എന്ത് ഇതിലൊരു ക്യാരക്ടർ ആർഷയാണ് പ്ലൂട്ടോ എന്ന് തോന്നിയോ? അല്ല, വല്ല ക്യൂട്ട് പേരാണ്. ശരിയാണ്. അല്ല, ഞാൻ പിന്നീട് അറിഞ്ഞത് ഇത് ഏലിയൻ മൂവിയാന്ന്. പടത്തിന് സസ്പെൻസ് എന്താണെന്നത് റിവീൽ ആക്കണം. നമ്മൾ അങ്ങനെ സംസാരിക്കും. അത് പറയല്ലേ, ഗസ് ചെയ്തു മസ്താനി. അതെ അതെ അതെ. എന്റെ ഗസ് എപ്പോഴും പാളിപ്പോവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. എന്താ ഇതിലൊരു ക്യാരക്ടർ? അല്ല, ഇതില് ഇതിലൊരു വെറ്റിനറി ഡോക്ടറേറ്റാണ് ഞാൻ ചെയ്യുന്നത്. ബേസിക്കലി ഇവരുടെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു കോമിക് നേച്ചർ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് മാറി ആക്ച്വലി ഒരു കുറച്ച് നോർമലായിട്ടുള്ള ബുദ്ധിമതിയും നോർമൽ പ്രാക്ടിക്കൽ കുറച്ച് ബുദ്ധിയും ബോധമുള്ള ഒരു ക്യാരക്ടർ ആ ക്യാരക്ടർ ഉള്ളൂ. ബാക്കി ആർക്കും ഇല്ല. ബാക്കി എല്ലാരും ഒരു ചെറിയ എക്സെൻട്രിക് ആണ്. ഇച്ചിരി അങ്ങനെയാണ് എന്റെ ക്യാരക്ടർ. നല്ല പോലുണ്ട്. അപ്പൊ അതാണ് എന്റെ ക്യാരക്ടർ. ഇവരുടെ ജേർണിയിലുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ നീരജ് വളരെ ഒരു ഓൺട്രപ്രണർ ആണെന്ന് സ്വയം വിശ്വസിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ലേസി ആയിട്ടുള്ളൊരു യങ്സ്റ്റർ ആണ്. അപ്പൊ എങ്ങനെയെങ്കിലും നീരജിന്റെ ഗേൾഫ്രണ്ട് ആണ് ഞാൻ. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കണം എന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ചെയ്ത് പോകുന്നത്. അതെ, ഒന്നും ചെയ്യാത്ത ഒരു രീതിയിൽ രക്ഷപ്പെടാത്തോണ്ട് മടുത്തു നോക്കി. ഇപ്പൊ നീരജ് ഇപ്പം കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വരുന്നുള്ളൂ സിനിമയിലും. എന്താണ് അങ്ങനെ നമ്മളിങ്ങനെ മാധവൻ കങ്കനാറിനോടൊപ്പം ഒരു ഹിന്ദി തമിഴ് മലയാളത്തിലില്ല ഇപ്പൊ. ഇത് മലയാളമാണല്ലോ. അതാ പറഞ്ഞേ. അങ്ങനെയൊന്നുമില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമകൾ വരണമല്ലോ. എനിക്ക് ഒരുപാട് വോളിയം ഗെയിം ഒട്ടും താല്പര്യമൊന്നുമില്ല എന്നല്ല, എനിക്കൊരു നമ്മൾ ലാസ്റ്റ് ചെയ്തതിൻ്റെ മുകളിലോട്ടൊരു പരിപാടി വേണം എന്ന് ഇച്ചിരി അംബിഷ്യസും ഇത്തിരി എന്താ പറയുക പിക്കിയുമാണ്. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം നല്ല പടങ്ങൾ വരാതിരിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടൊരു പടം ഓണാക്കാൻ തുടങ്ങും. ആ ഓണാക്കി കൊണ്ടുവരുന്നൊരു സമയമുണ്ടല്ലോ, അപ്പോഴേക്കൊരു 1-2 വർഷമായി എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഓണാക്കി കൊണ്ടുവരുമ്പം വെള്ളപ്പൊക്കോ കോവിഡൊക്കെ അത് നീങ്ങിപ്പോവും. ഒരു സിനിമ നമ്മൾ തട്ടേക്കേറ്റി കൊണ്ടുവരാന്ന് പറയുന്നത് ഇത് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഒരു വൺ ഓഫ് ദ പ്രോജക്ട്സ് ആണ് പ്ലൂട്ടോയും. ഇതിന്റെ ഒരു ഇനീഷ്യൽ കൺസെപ്ച്വലൈസിംഗ് മുതൽ ഞാൻ ഇതിന്റെ ഭാഗമാണ്. പാർട്ട് ഓഫ് ഡിസൈനിങ് ദിസ് പ്രോജക്ട്. അപ്പോ എന്നോട് നീരജാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് വിളിക്കും അവര്, അതിലൊരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ആദ്യം വിളിച്ച നീരജ്. ആക്ച്വലി അത് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്രോജക്റ്റിലേക്ക് നമുക്ക് പിന്നലൊരു ചോദ്യം ചോദിച്ചിരുന്നു. മലയാള സിനിമയിലെ നിങ്ങളുടെ വിളിച്ച വെളിപ്പുറത്തെത്തുന്ന കൂട്ടുകാരനായിരുന്നു. അപ്പൊ രാജുവേട്ടൻ, കാരണം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ രാജുവേട്ടന് ഒരു എന്തോ ഗ്യാരണ്ടി ഉണ്ട്. കഥ എന്താ, ഞാൻ ആക്ച്വലി വിളിച്ച രാജുവേട്ടാ അടുത്ത പടം ഏലിയൻ കോമഡിയാണ്, രാജുവേട്ടനാണ് വില്ലൻ, ഓക്കെ അല്ലേ? ആടാ കഥ ഒന്നും കേൾക്കണ്ട, ഡേറ്റ് എത്ര. അപ്പൊ അജുവേട്ടന് പുള്ളി അത് ഡിനൈ ചെയ്യുമെങ്കിലും പുള്ളി അതിനകത്ത് ആക്ച്വലി ഇതിനകത്ത് വില്ലനാണ്. അല്ലാതെ ഞാൻ പറഞ്ഞേ വില്ലൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൂടി പോകും. അതുകൊണ്ടാണ് വില്ലന്മാർക്ക് ഒരു റേഞ്ച് ഉണ്ട്. സോണിക്ക് കണ്ടിട്ടില്ല ഉണ്ടല്ലേ, ജിം ക്യാരി ചെയ്തിരിക്കുന്ന കൊമീഡിക് വില്ലൻസ് ഉണ്ടല്ലോ, അതേപോലത്തെ. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടും ആഗ്രഹിക്കുന്ന ഒരു പൊരുളുണ്ട്. ഒരു പൊരുളെന്ന് പറഞ്ഞ അർത്ഥം മാറിപ്പോ, അത് ഒരു സംഭവം, ആ സാധനം ഞങ്ങൾ രണ്ടും കിട്ടാൻ ആഗ്രഹിക്കുക.
അപ്പൊ അത് ഞങ്ങൾ ശത്രുക്കളാ. സാധാരണ ഞങ്ങൾ സിനിമകളിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അനിയനോ ഇനി അമ്മാവനൊക്കെ ആകെ വരാൻ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് വില്ലനല്ല ശത്രുവായി. ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞ വില്ലെന്ന്. ആ കൊടൂരമായ ആ ലുക്ക് ടൈഗർ തമ്പി എന്നാണ്. കൊടൂരമായ ലുക്ക് കാണിക്കുന്നതൊക്കെ നേരത്തെ ആർഷ പറഞ്ഞല്ല, എല്ലാരും ഒരു പൊടിക്ക് എന്താ പറയാ വട്ടം. എനിക്ക് പക്ഷെ ഭയങ്കര വർക്കായ ക്യാരക്ടർ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ അടുത്ത ചോദ്യത്തിലൂടെ നമ്മുടെ ഏത് വട്ടോളിയൊക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ ഒരു ഫീച്ചേഴ്സ് എവിടെയൊക്കെ കയറി. എനിക്ക് ആക്ച്വലി ഈ ലുക്ക് കണ്ടപ്പോ തോന്നി. പക്ഷെ അതൊക്കെ നമ്മൾ അവിടുന്ന് തന്നെ കോപ്പി അടിക്കുന്ന ഇല്ലാന്നല്ല. ഇപ്പം എന്റെ ഒരു രൂപസാദൃശ്യമൊക്കെ നമ്മള് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് റോണക്സ്, പക്ഷെ ആദിത്യനും ആ മീശയും മൊട്ടത്തലയായിട്ട് നമ്മൾ ഇതൊരു അജോട്ടിനെ അങ്ങനെ ആദ്യം ഞാനൊരു വേറെ ഗെറ്റപ്പിൽ പോയി എന്നെ അടുത്ത് പോയി മാറ്റിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വേറൊരു മീശയൊക്കെ വെച്ചിട്ടാ വന്നേ. അപ്പൊ നീരജ പറഞ്ഞ എനിക്ക് ഈ ക്യാരക്ടറിന് മീശ പിരിച്ചു വേണം. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് വരുമ്പം അത് മണ്ടത്തര കോമഡി ആയിട്ടിരുന്നോളും. അതുകൊണ്ട് ഇതിലെല്ലാരും മണ്ടന്മാരാ. അതായത് ആർഷ പറഞ്ഞ കറക്റ്റാ. അതായത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിൽക്കുന്ന ഒരേ ഒരു കഥാപാത്രം ആർഷ മാത്രമേ ഉള്ളൂ. ഇവന്റെ അച്ഛൻ പോലും ഇല്ല. ഇപ്പൊ പറഞ്ഞല്ലോ, വിളിച്ച് ചോദിച്ചപ്പോ തന്നെ ഒമ്പതാമത്തെ സിനിമയാണ്. അതെ, അതാ ഞാൻ പറഞ്ഞു, പല സിനിമകളും ഹിറ്റാണ് നിങ്ങളുടെ. എനിക്കെപ്പോഴും ഞാൻ ലവ് ആൻഡ് കൺസ്ട്രക്ഷന്റെ ഇന്റർവ്യൂ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടറാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സുഹൃത്തായതുകൊണ്ടാണ്. ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും ലവകുശി ആണെങ്കിലും കേൾട്ടൻ ബത്ത് പലപ്പോഴും ഞങ്ങള് അധികം സംസാരിക്കാത്ത ഒരു സിനിമയാണ്. പക്ഷെ ഇപ്പൊ അത് എനിക്കൊന്ന് വളരെ ഫേവറേറ്റ് ആയി മാറി. അന്ന് മോസിൻ അന്ന് അതിനങ്ങനെ ഒരു കണക്ടിവിറ്റി കിട്ടിയില്ല. പക്ഷെ ഇന്ന് കേൾട്ടൻ ബത്ത് ഒക്കെ ഭയങ്കര റിസീവ് ചെയ്ത സിനിമ. പുള്ളി വീണ്ടും ഡയറക്ട് ചെയ്തോണ്ടിരിക്കുക. അഭിനയിക്കുന്നില്ലേ എൽ ക്ലാസിക്കോ? ഓക്കെ. ഇപ്പം അജുവേട്ടന് ഇപ്പം റീസെന്റ് ആണ് 16 years ഇൻ മലയാള സിനിമ. എങ്ങനെ 16 years? അങ്ങനെ കോവിഡ് കൊണ്ടുപോയി ഇടയ്ക്ക് കുറെ ഗ്യാപ്പുകളൊക്കെ കണ്ടില്ല എന്നല്ല. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ പിന്നെ ഇപ്പൊ നിൽക്കുന്നവരെ അതെല്ലാം കൂട്ടിയിട്ടാണ്. അതൊരു വൺ സ്റ്റാർട്ട് ചെയ്ത് അത് ഏജ് കൂടി എന്നുള്ളതാണ് ആ കൗണ്ട് വരുന്നത്. നമുക്ക് പ്രായം കൂടിയെന്നാണ്. അപ്പൊ എക്സ്പീരിയൻസും കൂടും. നാച്ചുറലി. ഞാനിപ്പോ അജുവേട്ടന്റെ ഈ പോസ്റ്റിന്റെ താഴെ ഇങ്ങനെ കമന്റ്സ് നമ്മൾ നോക്കുമല്ലോ, അപ്പൊ അതിൽ കണ്ട ഭയങ്കര നല്ലൊരു കമന്റ്, അതായത് കഴിവുള്ളവർ എന്തായാലും കയറി വരും, പക്ഷെ ആ കയറി വരാൻ നിമിത്തമായ ആളുകളെ ഇപ്പോഴും ആ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഗുഡ് ക്വാളിറ്റിയാന്ന് പറഞ്ഞിട്ട് ഞാൻ 1-2 കമന്റ്സ് കണ്ടു. അപ്പോഴാണ് ഇപ്പോഴും ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ ആളുകളായിട്ട് ഇപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് അവര്. അപ്പൊ പിന്നെ അവരെ ആ ഒരു സംഭവം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ അവര് എന്റെ സിനിമ വരുന്നതിന് മുന്നേ ഉള്ള ഫ്രണ്ട്സാണ്. അപ്പൊ എനിക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫ്രണ്ട്സ് അല്ലേ. ഇപ്പൊ മസ്താനിയുടെ സുഹൃത്തുക്കളെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുവോ? ഇല്ലല്ലോ. സിനിമ രണ്ടാമത് വന്നതാ ഞങ്ങളുടെ ഇടയിൽ. ആദ്യം സൗഹൃദം വന്നതാ. അല്ല, പക്ഷെ വേറെ ജോക്സ് അസൈഡ്, 16 years above നമ്മളൊരു ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആയി നിൽക്കുക എന്ന് പറയുന്നത്, നമ്മൾ കോൺസ്റ്റൻ്റ്ലി റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് സിനിമയിൽ കയറാൻ, പണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ ഈ കുടമ്പാക്കത്ത് വണ്ടി കയറുന്ന കാലത്ത് സിനിമയിലേക്ക് കയറുക എന്ന് പറയുന്നത് ഭയങ്കര അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു. നമ്മളൊക്കെ സിനിമയിൽ എത്തിയപ്പോഴേക്കും ഓഡിഷൻസും ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വന്നു, ഇപ്പോൾ ഇൻഫ്ലുവൻസ്, നമ്മൾ ക്രിയേറ്റ് കോണ്ടന്റ് ആൻഡ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു സിനിമ. പക്ഷേ ഒരു 2 വർഷം 5 വർഷത്തിൽ കൂടുതൽ നമ്മൾ റെലവൻ്റായി നിൽക്കുക, നമ്മളെ വീണ്ടും വിളിക്കുക, എത്ര പേര് വന്നു എത്ര പേര് പോയി എന്ന് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ നോക്കുമ്പം അജുവേട്ടൻ നമ്മളെ അന്ന് കുട്ടുമായിട്ട് കണ്ടതിൽ നിന്നുള്ള ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ. റീസെന്റ് സർവമ്മ കണ്ടപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, ആരെയൊക്കെയാ കാണുന്നത്? മറ്റേ അതായത് ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത റേഞ്ചുകളൊക്കെ അജുവേട്ടൻ, അങ്ങനെ പ്രതീക്ഷിക്കാത്തതല്ല, ഐ മീൻ ഒബ്വിയസ്ലി വി ഓൾ നോ ഹീസ് എ ഗുഡ് ആക്ടർ, പക്ഷെ നമ്മൾ കാണാത്ത റേഞ്ചുകളൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്
ഗ്രോത്ത് സ്റ്റിൽ ഹാപ്പനിങ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതിന് ഓപ്പൺ ആണ് എന്ന് വെച്ചാൽ ആരെടുത്തുനിന്ന് ലേൺ ചെയ്യാൻ ഓപ്പൺ ആണ് അജോട്ടൻ. ഈ ആസ്ക് യു ഇപ്പോൾ നമ്മളൊരു സാധനം ചെയ്ത് എടാ വേറെ മീറ്റർ വേണം, എല്ലാ മീറ്ററും കയ്യിലുണ്ടെന്നാണ്. അതായത് സ്റ്റോക്ക് ഒരേ സീനിന് തന്നെ 3 മീറ്ററിലുള്ള അഭിനയം തരും. അപ്പൊ അത് നമ്മൾ റെഫറൻസ് കൊടുത്തു ആരെ അടിച്ചു മാറ്റുന്നത്. അമ്പിളി ചേട്ടനാണോടാ? അല്ല, ഏതാ മറ്റേ നീ ഒരു ക്യാരക്ടർ പറ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. എനിക്ക് പല ടൈപ്പ് ആക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ആക്ടിങ് പഠിക്കാത്തതുകൊണ്ട് നമുക്ക് നമ്മളായിട്ടുണ്ടാക്കുന്നൊരു നമ്മൾ തന്നെ ആണല്ലോ ഓരോ ദിവസവും മനസ്സിലാക്കുന്നത് ഇവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അപ്പം ബുക്കിൽ നിന്ന് ലിറ്ററേച്ചറിൽ നിന്ന് കഥാപാത്രങ്ങളെ എടുക്കുന്ന നടന്മാരുണ്ട്. ഇപ്പോൾ ജയേട്ടൻ വായിച്ചിട്ട് ഒരുപാട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. കുറേ ആക്ടേഴ്സ്, വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെ വായിച്ചാണ് റിയൽ ലൈഫിലെ കഥാപാത്രങ്ങളിൽ നിന്ന്. ഇപ്പോൾ തിലകൻ സാറ്, ജഗദീഷ് ശ്രീകുമാർ സാർ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസിൽ നേരിട്ടല്ല. എനിക്ക് അത് പറ്റാറില്ല. അപ്പം ഞാൻ വേറൊരു സിനിമയിലെ വേറൊരു നടൻ ചെയ്യുന്നത് എൻ്റെ കണ്ടംപററീസ് ആണെങ്കിൽ പോലും, ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം സൈക്കോ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സിനിമ, ഒരു ക്യാരക്ടർ എനിക്ക് വന്നിരുന്നു പേരില്ലൂരിൽ. അതിൽ എൻ്റെ റെഫറൻസ് അർജുൻ അശോകനാണ് രോമാഞ്ചത്തിലെ. അപ്പം എനിക്കത് ചെയ്യാൻ അറിയില്ല ആദ്യം, ഇതെങ്ങനെ ചെയ്യും. അപ്പം ഞാൻ ഈ അടുത്ത് കണ്ട രോമാഞ്ചം, അതിലവൻ സൈക്കോ ആയിരുന്നു. ഓക്കെ. അപ്പം ഞാൻ അങ്ങനെയാണ്, അതാണ് ഞാൻ കോപ്പി അടിക്കുക. പക്ഷെ അത് ലിറ്ററലി കോപ്പി അടിക്കുക എന്നുള്ള മീനിങ് അല്ല, നേരത്തെ പറഞ്ഞ റെഫറൻസ്. അല്ല, അതൊരു മാപ്പിങ്ങുമായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ നമ്മൾ അങ്ങനെ ഇമിറ്റേഷൻ അല്ല. പക്ഷെ അജോട്ടിന് എപ്പോഴും ഒരു മീറ്റർ ചോദിക്കും. പുള്ളിക്ക് ഒരു മാപ്പിംഗ് ചെയ്യണം ഒരു ക്യാരക്ടറിന്. അപ്പോൾ അത് ഇപ്പം ഞാൻ ഇപ്പോൾ ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ എനിക്ക് നീരജ് ഇതേപോലെ ഒരു സീൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതല്ല ഉദ്ദേശിച്ചത് ഞാൻ. അപ്പം വിഷ്ണുവിന് അത് മനസ്സിലായി, കണ്ട് വിഷ്ണു അത് ഒന്നുകൂടെ എടുത്തു. അതെ അതെ അതെ. അപ്പം നീരജ് എനിക്ക് പറഞ്ഞു തന്നു ഇതിങ്ങനെയല്ല അങ്ങനെ. അത് നീരജിന് പറയാറില്ല. ബിക്കോസ് ഞങ്ങൾ ലവകുശ ചെയ്യുമ്പം നീരജ് എനിക്ക് വേണ്ടിയാണ് ക്യാരക്ടേഴ്സ് ഫ്രെയിം ചെയ്ത്. അപ്പോൾ അയാൾക്ക് എനിക്ക് അത് പറഞ്ഞു തരാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. ഇപ്പം വിനീതിന് അതറിയാം. അത് ഇമ്പോർട്ടൻ്റാണ് ഏതൊരു ആക്ടർക്ക്. ഇപ്പം ആർഷയ്ക്ക് നീരജിന് എനിക്ക് 3 രീതിയിലായിരിക്കും ഒരു ഡയറക്ടർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത് വളരെ ഫ്ലെക്സിബിൾ ആണ്. ആർഷ എങ്ങനെയാണ് ഇതേപോലെ ഡയറക്ടേഴ്സ് ആക്ട്രസ് ആണോ? ആണ്. എനിക്ക് ഈ പറയുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന, പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ അത് ഫോളോ ചെയ്യുക ആദ്യത്തെ ദിവസമൊക്കെ. പിന്നീടാണ് ക്യാരക്ടർ നമുക്ക് കുറച്ചൊരു കാര്യം. ഇവിടെ അങ്ങനെ പൊതുവെ എല്ലാ പടങ്ങളിലും സ്ക്രിപ്റ്റ് റീഡിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് ഒരു പ്രീ ഡിസ്കഷൻസ് ആക്ടേഴ്സായിട്ട് കുറവാണ്. അപ്പം നമ്മൾ സെറ്റിൽ വന്നിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഡയറക്ടറിൻ്റെ ഇൻസ്ട്രക്ഷനാണ് എപ്പോഴും. എല്ലാ സീനിലും എനിക്ക് അവർ പറഞ്ഞു തരുന്നത് വെച്ചിട്ട് പിന്നെ നമുക്ക് നമ്മളുടെ ഒരു പെർഫോമൻസ് വരുമല്ലോ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം വന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ സ്നീക്കേഴ്സ് കാണുന്നത്. ഇപ്പം നമ്മളിവിടെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ഇതേപോലെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീരജേട്ടന് ഒരുപാട് സ്നീക്കേഴ്സ് കളക്ഷൻ ഉണ്ടെന്ന്. എത്ര കളക്ഷൻ ഉണ്ട്? അതുകൊണ്ട് ഒരു 100 ക്ലോസ് ടു 100 ഉണ്ടാവുമായിരിക്കും. അതാണോ ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ഒരു ഹോബി? കളക്ഷൻ നമ്മളെ കൊണ്ട് എനിക്ക് കാർ കളക്ട് ചെയ്യണം ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള തൽക്കാലം ഞാൻ സ്നീക്കർ വെച്ചിട്ട് ആക്സസറീസിലും ക്യാപ്സ് ഉണ്ട്. ഓക്കെ, ഞങ്ങളപ്പോ തമ്മിൽ കൊടുക്കാം 100-ലധികം സ്നീക്കേഴ്സ് കളക്ഷൻ. അത് ഓൾറെഡി അറിയാം, ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൂടിയിട്ടില്ല. കപ്പിയാരി ചെയ്യുമ്പോൾ 40 ആയിരുന്നു. അന്ന് 40 ഉണ്ടോ? അന്നുണ്ട്. അന്ന് തന്നെ ആ സെറ്റില് SP ഗ്രാൻഡീസിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട് 5 എണ്ണം. ആ ഷൂട്ടിനിടയ്ക്ക് ഏത് 30 ദിവസത്തെ ഷൂട്ടിനിടയ്ക്ക് 5 സ്നീക്കർ വന്നു. അത് ഈ ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. മിന്ത്ര ഒക്കെ പറയുന്ന പോലുള്ള ഈ ഫ്ലിപ്കാർട്ട്. അപ്പൊ നമ്മൾ പോയി മേടിക്കണ്ടല്ലോ, ഓർഡർ ചെയ്യാലോ. ഒരു ദിവസം ഷൂട്ടിങ് വരുമ്പോഴത്തേക്കും ഒരു പാർസല്. എന്നിട്ട് ഇവര് ധ്യാനൊക്കെ എന്റെ റൂമിൽ നിന്ന് വന്നിട്ട് പുതിയ വന്ന ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോകും, പൊട്ടിക്കാത്ത ഡ്രസ്സൊക്കെ. അന്ന് ധ്യാൻ കുറച്ച് ഡ്രസ്സ് ഇടുന്ന സമയം. ഇപ്പൊ വസ്ത്രം ഇടാറുണ്ട്, പക്ഷെ ഇപ്പൊ പുള്ളി മുണ്ടും ഷർട്ടും അല്ലേ ഉള്ളൂ. കഴിഞ്ഞ ഏതൊരു ഇന്റർവ്യൂല് കാർത്തിക് സൂര്യയുടെയിലാന്ന് തോന്നുന്നു, മറ്റേ ഈ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഫാഷനിൽ റേറ്റ് ചെയ്യണം.
ABCD. നീ അല്ല ഞാൻ നിനക്കാ വന്നേ അജുവേട്ടൻ നമ്മള് A കൊടുത്തോ അല്ല B തരുള്ളൂ. അത്ര എനിക്ക് തരാൻ പറ്റും. ബി കൂടുതലാ. ധ്യാൻ ചേട്ടന്റെ F. അവൻ ഒരു ലുങ്കി വെച്ചിട്ട് ഒരാഴ്ച ഒറ്റൊരു മുണ്ടും ഒരു ടീഷർട്ടും വെച്ച് ഒരാഴ്ച ഓടിക്കും. അത്ര സിമ്പിൾ ആണ് ധ്യാൻ ചേട്ടൻ. സിംപിളിസിറ്റി. അതിലെന്താ സിംപിളിസിറ്റി? എന്നാ പിന്നെ കുളിക്കാതെ ഒരൊക്കെ സിമ്പിൾ ആണോ? ധ്യാൻ ചേട്ടനെ കുറിച്ച് കുറ്റം പറയും. അവൻ തിരിച്ച് അടുത്ത ഇന്റർവ്യൂല് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചെടുക്കും. ഇത് ഇടരുത് കേട്ടോ. ഉറപ്പായിട്ട് കാണിച്ചെടുക്കും. ഞാൻ ചോദിച്ച് മേടിച്ച പോലെ ഉറപ്പായിട്ട് കാണിച്ചെടുക്കും. അതുകൊണ്ടല്ലേ ഞാനൊന്നും പറയാത്ത. എനിക്ക് വേറൊരു കാര്യം കാണിക്കാനുണ്ട്. എന്താണ്? ധ്യാൻ ചേട്ടന് ഇപ്പൊ എറിക്കേറ്റ് വിട്ടില്ലേ തമിഴ്നാട്? ഞാനോ? ഞാനല്ലേ ഇറക്കിയേറ്റ്. മോട്ടർ ഓ അതൊക്കെ പുള്ളി പറയണല്ലേ. അവിടെ ഇരുന്ന് എല്ലാരും കണ്ടോണ്ടിരിക്കല്ലേ. ഞാനപ്പൊ വേറൊരു സ്വയമായിട്ട് കയറിയതാണ്. അപ്പൊ ഞാൻ പുള്ളിക്കതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ ഇപ്പൊ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ അജു ചേട്ടനെ കുറിച്ച് ധ്യാൻ ചേട്ടൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇന്റർവ്യൂ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ കാണിച്ചു. ഇങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തന്നെ മറ്റേ വടക്കൻ സെൽഫിൽ ഷാജി ഉണ്ടല്ലോ, കഴിവില്ലാത്തവന് കഴിവുണ്ടെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവസാനം ഞാൻ എവിടെയെങ്കിലും ഇതേപോലെ ഇത് അന്ന് സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രേക്ഷകരുടെ ഓഡിയൻസിലുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യാനാ? പക്ഷെ സംസാരിച്ചു. അല്ല ഞാനിപ്പോ ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ കഴിവ് ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ അതല്ല. ഡെഫിനറ്റ്ലി നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാ. നമ്മൾ സിനിമ ചെയ്യിപ്പിക്കാൻ ലവ് ആക്ഷനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞ കഥ അങ്ങനെ ആണ് ഡയറക്ഷനിലോട്ട് നമ്മൾ തള്ളിയത്. ചുമ്മാ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഉണ്ടാക്കുന്നത് പുള്ളിയുടെ എന്താ പറയാ സ്പോണ്ടേനിറ്റിയാ. ഇപ്പം അവിടെ പറഞ്ഞ മിക്ക കാര്യങ്ങളും അപ്പൊ തള്ളായിരുന്നു അത്. അതല്ല, പുള്ളിയുടെ ഒരു 60-70% റിയാലിറ്റിയും ബാക്കി ഒരു 40-30% പുള്ളിയുടെ ഒരു ഭാവന ഉണ്ട്. അതൊരു കഴിവാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ അതിന് ഉത്തരം. എന്റെ നൻപന് പൈത്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിന് വട്ടാ എന്ത് ചെയ്യാൻ പറ്റും? അതാ സേഫ്. ഇത് ഞാൻ അടുത്ത ഇന്റർവ്യൂവിനുള്ള കണ്ടന്റ്. താങ്ക് യു. അതെ, ഇപ്പൊ അജു ചേട്ടൻ ഇൻസ്റ്റഗ്രാമിൽ നല്ല അത്യാവശ്യം ആക്റ്റീവ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അധികം ആക്ടേഴ്സിനില്ല. അജു ചേട്ടൻ ചെയ്ത ഓരോ ക്യാരക്ടേഴ്സിനും ആൾക്കാർ ഇങ്ങനെ AI വെച്ചിട്ട് അജു ചേട്ടനെ ഇൻക്ലൂഡ് ചെയ്ത് ഫിലിംസ്, AI ഫിലിംസ് ഉണ്ട്. വാഴ 2 ക്യാരക്ടറിന്റെ വേറൊരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്. നല്ല കഥയായിരുന്നു. ഇത്ര ആൾക്കാര് അപ്പൊ അജു ചേട്ടൻ ഇങ്ങനെ എല്ലാം ചെക്ക് ചെയ്യുന്ന ആളാണോ? അഡ്മിൻ വളരെ നല്ലൊരു വ്യക്തിയാണ്, അതായിക്കോട്ടെ. പക്ഷെ വളരെ ഇതൊക്കെ ശ്രദ്ധിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏതൊരു വ്യക്തി എന്ത് ചെയ്താലും, ഒരു പിക്ചറോ ഒരു റൈറ്റപ്പോ ഒരു വീഡിയോയോ ഇപ്പോഴത്തെ കാലത്ത് ഒരു AI വീഡിയോയോ പാട്ടോ എന്ത് വന്നാലും അത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പൊ നാച്ചുറലി അത് പുള്ളി സ്റ്റോറിയോ അല്ലെങ്കിൽ ഇപ്പോൾ കൊളാബോ ഒക്കെ ഉള്ളോ അപ്പോൾ ചോദിക്കും ഇട്ടോട്ടെ. അത് വളരെ നോക്കി കണ്ടു ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് ബേസിക്കലി എന്താ, ഇവരൊക്കെ നല്ല ടാലന്റഡ് ആർട്ടിസ്റ്റുകളാണ് അല്ലേ. അവര് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരപ്പുറത്തൊരു കഥയുടെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. അല്ലെങ്കിൽ പണ്ട് നമ്മൾ ചെയ്തപ്പോൾ ലവകുശയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് അല്ലേ ഒരു റീകോൾ ചെയ്യിക്കുന്നു. എനിക്ക് അയച്ചു തന്നില്ല, നമ്മൾ തന്നെ KL10 വീഡിയോസ് എത്ര എണ്ണം വന്നു. അപ്പൊ അത് സമ്മതിച്ചു കൊടുക്കണം. എന്താ വെച്ചാൽ എഡിറ്റേഴ്സ് ആണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്ത് നാളെ ഇവര് സിനിമ വരട്ടെ. അതേപോലെ തന്നെ കണ്ട വേറൊരു വീഡിയോ ആണ് മറ്റേ ഗോദയിലെ ഒരു സീനിന്റെ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും സ്നേക് പ്ലാന്റിന്റെ ഒരു എഡിറ്റർ ഉണ്ട് സ്നേക് പ്ലാന്റില്. അത് സ്നേക് പ്ലാന്റിലെ അവർ ആ ടീം ചെയ്തതാണ്. നമ്മൾ ആ വീഡിയോ എടുത്ത് ഫോണിൽ എൻ്റെ ഉള്ളത് ഞാൻ അയച്ചു കൊടുത്തു. അദ്ദേഹമാണ് ആ ഗോദയുടെ ഇത് വെച്ച് ട്രാൻസ്ലേഷൻ ആക്കിയത്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീഡിയോ ചുമ്മാ എടുക്കാം, ഒരു ബ്രില്യന്റ് എഡിറ്റർ വന്ന ഞാൻ കാണിച്ചു തരാം. അത് അപ്പൊ റിയൽ ആയിട്ട് അജു ചേട്ടൻ പിടിക്കും. ഞങ്ങളിപ്പോ ഒരു ബോൾ ഇട്ടാന്ന് അജു ചേട്ടൻ പിടിക്കും. തലക്ക് കൊള്ളും. ഞങ്ങള് ബോള് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയില്ല, അതൊക്കെ പിടിക്കും. എനിക്ക് വേണ്ടി നീരജ് ഷോട്ട് റീക്രിയേറ്റ്.
അതെ മൈനി ബോളാ, ചെറിയ ബോളാ. ഇത് നല്ല പോളാ തല ഇതാ, ഞാൻ ഇങ്ങനെ നോക്കാം. നോക്കട്ടെ. ഞാൻ കണ്ണടച്ചാ പിടിച്ചേ, നോക്കട്ടെ. ഞാൻ കണ്ണടച്ചാ പിടിച്ചേ. ഉന്നം ഇങ്ങോട്ടേന്ന് അറിയണം കേട്ടോ. കണ്ണടച്ച് പിടിക്കണോ? ആ അത് കണ്ണടച്ചാ പിടിച്ചേ. ഗോതയിലും അത് കുറച്ച് ആദ്യം കണ്ണടയ്ക്കാതെ പിടിച്ചു നോക്കാം. ആ ഇനിയിപ്പോ കണ്ണടച്ചിട്ട് പിടിക്കാം. ആദ്യം ഒന്നും മസ്താനി പിടിച്ച് കാണിച്ചു. കണ്ണടയ്ക്ക. എനിക്ക് പറ്റൂല. അയ്യോ സോറി, അത് ബാഡ് ത്രോ ആയിരുന്നു. അനിയൊന്നും ഞാൻ തന്നെ. ഓക്കെ. ആ ഞാൻ തട്ടാം, അപ്പൊ പിടിച്ചോ. ആ ഇതാണ് നല്ല ഉയ്യോടാ. അതെന്താ പറയുക, തെന്നിപ്പോവും. തെന്നിപ്പോ അതാണ്. അജു ചേട്ടൻ എനിക്ക് ഒരു കിട്ടൂല. try. പറ്റും. ഞാൻ കണ്ണ് തുറന്ന് പിടിക്കാം. ആ അതിപ്പോ എല്ലാരും വിളിക്കും. ഇട്ടോ. ഓക്കെ കണ്ടോ ഷാർപ്പാ. ഞങ്ങളത് കണ്ണടക്കാം. ഇനി ആർഷ. ആർഷ ഒറ്റക്കാലിൽ നിന്ന് ആർഷോ കണ്ണടയ്ക്കണം വേണ്ടല്ലോ. ആർച്ചോട്ട് കാലും കൊണ്ടിട്ട് അറിയട്ടെ. അത് പക്ഷെ അജു ചേട്ടൻ കണ്ണടച്ചാ അതല്ലേ പിടിക്കുന്നേ. ആ ചേട്ടന് പറ്റും. അറിയോ, അതിങ്ങനെ ഈ കയ്യിലോട്ട് ഇട്ട് തരണം എന്ന് അല്ലല്ലയാ, പറഞ്ഞാൽ മമ്മദിനെ നിർത്തി. പ്രൊഫൈൽ ഷോട്ടാ. ഇനി edit ഈ കണ്ണടച്ച് ആ കണ്ണ് കണ്ണടച്ച് കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ട് ശരിക്കും കണ്ണടച്ച് പിടിക്കുന്നത്. ഓൾമോസ്റ്റ് കിട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങളത് കൊറേ അപ്പൊ നീരജിന്റെ ഉണ്ടല്ലോ ആക്ച്വലി അത് നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ അടിപൊളി. അപ്പൊ അജു ചേട്ടൻ ഒരു ദളപതി ഫാനും കൂടിയാണ്. ഞാൻ കണ്ടു ഈ പറഞ്ഞ പോലെ ഭയങ്കര ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു ആക്ടർ ആയിരുന്നു അദ്ദേഹം. ലാസ്റ്റ് ഫിലിം ജനുവരിയിൽ അന്ന് റിലീസ് പ്ലാൻ ആയിരുന്നല്ലോ. അപ്പൊ അന്ന് നമുക്കൊക്കെ നമ്മളേക്ക് ഒരു നല്ലൊരു സമയം നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിച്ച്. ആ അതെ. ഒന്നും എനിക്ക് അറിയാത്തൊരു കാര്യം ഡാൻസ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡാൻസ് കളിക്കുന്നത്. ആ അപ്പം അത് ഏറ്റവും ഗ്രേസ്ഫുൾ ആയിട്ട് ഫൈറ്റും ഡാൻസും നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തി. അത്രയും ഒരു ഹ്യൂജ് പീരിയഡ് ഓഫ് ടൈം സിനിമ നിർത്താന്ന് പറയുമ്പോൾ നമുക്കൊരു മിസ് ചെയ്യുമല്ലോ. സോ അത് എൻ്റെ ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു. വി വിൽ മിസ് യു. നാളെ റിലീസ് ഉണ്ട് പടം. അതെ, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാളെയാണോ? നാളെയാ, ഞങ്ങളൊക്കെ ലീവാ. ഞാനുണ്ട് കേട്ടാ. ഉണ്ടോ? ഇപ്പൊ തീർന്നു ടിക്കറ്റ്. ഓക്കെ. അപ്പൊ എന്തായാലും ജൂലൈ 30th പ്ലൂട്ടോ തിയേറ്ററിൽ റിലീസ് ആവാണ്. അതെ. അപ്പം അഫ്കോഴ്സ് നിങ്ങളുടെ കോംബോക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഫാൻ ഉണ്ട്, ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്. അപ്പൊ അത് ഈ ഒരു സിനിമയിൽ എഫക്ട് ആവട്ടെ, നല്ല രീതിയിൽ സിനിമ വിജയിക്കട്ടെ, Thank you. പ്ലൂട്ടോനെ എല്ലാവരും ഇഷ്ടപ്പെടട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു മസ്താനി. താങ്ക് യു.